ഒരു 5-6 കിലോ കഴന്തൻ എല്ലാവരും 10-15 രൂപ കിട്ടും. അത്രയൊക്കെ ഉള്ളു. ഹലോ, കൊല്ലം ജില്ലയിലെ അഴീക്കൽ ഹാർബറിലാണ്. നമ്മൾ ഈ ഹാർബറുകളിലൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിത്യജീവിതത്തിലെ സന്തോഷത്തിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങൾ പലരും പറയാറുണ്ട്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്നവരെ കാണണമെങ്കിൽ നമ്മൾ ഹാർബറുകളിൽ വരണം. കാരണം ഇവരെ യഥാർത്ഥത്തിൽ ഒരുപാട് വിഷമിക്കേണ്ടയൊക്കെ ആളുകളാണ്. പക്ഷേ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ചില ദിവസം പോകുമ്പോഴൊക്കെ ഒന്നും കിട്ടാറില്ല, ചിലപ്പോൾ പോകുമ്പോഴൊക്കെ വള്ളം നിറച്ച് മീൻ കിട്ടും. പക്ഷെ ഇതൊന്നും അവരുടെ സന്തോഷത്തിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാർബറുകളൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ അഴീക്കൽ ഹാർബറിൽ, ഈ കൊല്ലം ജില്ലയിലുള്ള അഴീക്കൽ ഹാർബറിൻ്റെ ആ മനോഹരമായ മത്സ്യബന്ധന കാഴ്ചകളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. വെൽക്കം ടു സോൾ ഓഫ് എർത്ത്, മൈസെൽഫ് ഷെരീഫ്. ഇത് ഇവിടുത്തെ ലേല ഹാളാണ്. അപ്പോൾ ഇവിടെ ലേലമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചില ഹാർബറിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ ലേല ഹാളിൽ വെച്ച് ലേലം നടക്കുന്നത് അപൂർവമായിട്ടേ കാണാറുള്ളൂ. പക്ഷെ എന്തായാലും ഇന്ന് ഈ അഴീക്കൽ ഈ കടപ്പുറത്ത് വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു ലേല ഹാളിൽ വെച്ച് തന്നെ ഈ ലേലമൊക്കെ നടക്കുന്നത് നമ്മൾ കാണുന്നത്. ഇന്ന് ഈ ഹാർബറിൽ വന്നിട്ടുള്ളത് കൂടുതലും കൊഞ്ചാണ്. അതും പല തരത്തിലുള്ള കൊഞ്ചുകൾ നമുക്കിവിടെ വന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് കരിക്കാടി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊഞ്ചാണ് ഈ കാണുന്നത്. ഇത് പൂവാലൻ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കൊഞ്ചാണ് ഈ കാണുന്നത്. ഇതിന് കുറച്ചൊരു വെള്ള നിറമുണ്ടെന്ന് തോന്നുന്നു. ഒരു ലേലംവിളി ഉണ്ട്, അപ്പൊ നമുക്ക് കാണാം. ഇപ്പോ ചെറിയ ബോട്ടുകളാണ് ഇപ്പൊ വരുന്നത്. ചെറിയ ബോട്ടുകളെന്ന് വെച്ചാൽ
സ്ഥിരം അന്നന്ന് പോയി വരുന്ന ബോട്ടുകളും 2-3 ദിവസം കഴിഞ്ഞ് വരുന്ന ബോട്ടുകളും ഉണ്ട്. പക്ഷേ മത്സ്യസമ്പത്ത് വളരെ കുറവാണ്. മാത്രമല്ല ഉള്ള ചരക്കിന് വിലയില്ല, വില വളരെ കുറവാണ്. ഇപ്പോൾ ബോട്ട് വന്നതേ ഉള്ളൂ. ഇതിനകത്തുള്ള എല്ലാം പൂവാലൻ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന കൊഞ്ചാണ്. ഈ കാണുന്ന വലിയ ബോട്ടുകളിലെല്ലാം മത്സ്യമുണ്ട്. പക്ഷെ അത് ഇന്നിപ്പോൾ ഇറക്കുന്നില്ല, അത് നാളെ രാവിലെ മാത്രമേ ഇറക്കാറുള്ളൂ. നമുക്ക് ഈ ഹാർബറിൽ 2 തരത്തിലുള്ള ബോട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ചെറിയ സൈസ് ബോട്ടാണ്. ഇത് രാവിലെ പോയിട്ട് ഉച്ച അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തിനകം തിരിച്ചു വരുന്ന ബോട്ടുകളാണ്. അതിനകത്ത് അവർ പ്രധാനമായിട്ടും അവർക്ക് കിട്ടുന്നത് കൊഞ്ചുമാണ്. പലതരത്തിലുള്ള കൊഞ്ചാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും കിട്ടുന്നത്. ഈ കാണുന്നതെല്ലാം വലിയ ബോട്ടുകളാണ്. ഇതെന്ന് പറയുന്നത് 1, 2, 3 ദിവസങ്ങളൊക്കെ കടലിനകത്ത് പോയി വലിയ മീനുകളെയൊക്കെ പിടിച്ച് അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ മത്സ്യബന്ധനം നടത്തുന്ന വലിയ ബോട്ടുകളാണ്. ഇവിടെ കൊണ്ടുവരുന്ന മീനുകൾ ഇവിടെ തിരിയുന്നുണ്ട്. ഇവിടെ ചില മീനുകൾ മോശമാണെങ്കിൽ അത് വളത്തിനൊക്കെ പോവും, മറ്റുള്ള നല്ലതാണെങ്കിൽ അവർ കച്ചവടത്തിനായിട്ട് മാറ്റി വയ്ക്കുകയും ചെയ്യും. അങ്ങനെ കുറേ ആളുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നു. ഇവിടെ കുറേ ആളുകൾ വലയൊക്കെ വൃത്തിയാക്കുകയും അടുത്ത ട്രിപ്പ് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തുകയാണ്. ഇത് വലയ്ക്കകത്ത് കിട്ടുന്ന മീനാണ്. വള്ളത്തിൽ പോകുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇത് താടയെന്ന് പറഞ്ഞ മീനാണ്. ബോട്ടിൽ വന്നാണ്. അപ്പോൾ ഇത് ബോട്ടിൽ വെച്ച് തന്നെ തിരിഞ്ഞു. എന്നിട്ട് നല്ലതൊക്കെ കച്ചവടത്തിന് വേണ്ടി പോകുന്നു, ബാക്കിയെല്ലാം വളത്തിനൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ടും പോകുന്നതെന്നാണ് പറയുന്നത്. രാവിലെ ഞങ്ങൾ 4 മണിയാകുമ്പോഴത്തേക്ക് കടലിലോട്ട് പോകും. 4 മണിയാകുമ്പോൾ കടലിലോട്ട് പോയാൽ ഈ കൊച്ചു ബോട്ടുകൾ 5-6 ആൾ പണിയെടുക്കുന്ന കൊച്ചു ബോട്ടുകൾ, അന്നന്ന് പണിയെടുക്കുന്ന ചെറിയ ഈ തടി ബോട്ടുകൾ. ഞങ്ങൾ തിരിച്ചൊരു 1 മണിക്കും 3 മണിക്കുള്ളിൽ എല്ലാവരും കരയെത്തിയിരിക്കും. എന്നിട്ട് അവരവരുടെ കടവിലോട്ട് പോകും. പോയി ചെന്ന് ഡീസലടിക്കുക, എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ, പിന്നെ തുച്ഛമായ പൈസ കിട്ടും. പിന്നെ വലിയ ബോട്ടുകളെന്നൊക്കെ പറയുമ്പോൾ അത് 4-5 ദിവസം പണിയെടുക്കുന്ന ബോട്ടുകളാണ്. പിന്നെ സാധാരണ ഹാർബറിൽ നിന്നും ഈ അഴീക്കൽ ഹാർബറിന് വ്യത്യാസമുണ്ട്. നമുക്ക് സാധാരണ ഹാർബറുകളിലൊക്കെ ആണെങ്കിൽ ആ കടലിലോട്ട് നമുക്ക് ബോട്ട് വരുമ്പോൾ അതിൻ്റെ അടുത്തോട്ട് ഓടിച്ചെല്ലുകയും അവിടെ വെച്ച് തന്നെ മീൻ കാണുകയും, അതായത് കടൽ അങ്ങോട്ട് നമ്മുടെയൊക്കെ അവിടെ കെട്ടില്ലാത്തതുകൊണ്ട് ഇറങ്ങിക്കിടക്കും. പക്ഷെ ഇവിടെ കടൽ ഭിത്തി ഇവിടെ കെട്ടിയേക്കുന്നതുകൊണ്ട് അങ്ങനെ സാധാരണ നമുക്ക് അങ്ങനെ ഇറങ്ങിപ്പോയി അത് വാങ്ങിക്കാനൊന്നും കടപ്പുറമായിട്ട് ഇവിടെ കാണാനില്ല. ഇതെല്ലാം മീൻ കൊണ്ടുപോകാൻ വേണ്ടി കിടക്കുന്ന വാഹനങ്ങളാണ്. നമ്മള് ഈ ഹാർബറിൽ വന്നത് ഏപ്രിൽ മാസം പകുതിയോടുകൂടിയാണ്. ഇപ്പം ഇവരൊക്കെ പറയുന്നത് ഏപ്രിൽ മാസം ലാസ്റ്റോടുകൂടിയായിരിക്കും മിക്കവാറും മത്സ്യങ്ങളുടെ കൂടുതൽ ചാകരയൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ചെറിയ ഹാർബറാണ്, പക്ഷേ വളരെ വൃത്തിയായിട്ടും വളരെ മനോഹരമായിട്ടുമൊക്കെ ഇവിടെല്ലാം സൂക്ഷിച്ചിട്ടുണ്ട്.
പിന്നെ പ്രത്യേകിച്ച് പരാധീനതകളൊന്നുമില്ല. നമ്മൾ പല ഹാർബറിൽ പോകുമ്പോൾ എപ്പോഴും പറയുന്നില്ല, ചില പരാതികളൊക്കെ പറയും. പക്ഷെ ഇവിടെ അങ്ങനെ പരാധീനങ്ങളൊന്നും ഇല്ല, വളരെ വൃത്തിയാണ്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് ഈ കൂടുതൽ ഐറ്റങ്ങളൊക്കെ വന്ന് വലിയ തരത്തിലുള്ളൊരു ബിസിനസ് നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഈ രണ്ട് തരത്തിലുള്ള ആളുകൾ പോകുന്നു, ബോട്ടിൽ ചെറിയ ബോട്ടിൽ പോകുന്നു, അവരെ പിന്നെ ഒരു രാവിലെ പോയിട്ട് വൈകിട്ട് വരുന്നു. മറ്റുള്ളവരൊക്കെ ഈ പോയിട്ട് 2-3 ദിവസം കഴിഞ്ഞ് അങ്ങനെ വളരെ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് ഇവിടെ പ്രധാനമായിട്ട് മത്സ്യബന്ധനം നടത്തുന്നത്. അപ്പോൾ എന്തായാലും ഒരു ചെറിയ ഹാർബറാണ്, പക്ഷേ എന്നാലും ഇവിടുത്തെ കാഴ്ചകൾക്കൊന്നും ഒരു പഞ്ഞവുമില്ല. നല്ല വിലക്കുറവിലാണ് ഇവിടെ മീനൊക്കെ കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അഴീക്കൽ ഹാർബർ എന്നുള്ള മനോഹരമായ മത്സ്യബന്ധന കാഴ്ചകളൊക്കെ നമ്മൾ പങ്കുവച്ചത്. അപ്പോൾ പുതിയ കാഴ്ചകളെ, പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.